ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്തായിരിക്കും നിങ്ങൾക്ക് ക്യാപ്ഷനിൽ കൂടെ കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാം എന്താണ് എൻ്റെ ആ സീക്രട്ട് റെസിപ്പി എന്ന്. ഇതാണ് ആ സീക്രട്ട് പൗഡർ. ഇതാണ് എൻ്റെ ബോഡി സ്ക്രബും ഫേസ് സ്ക്രബും ചില സമയങ്ങളിൽ ഫേസ് മാസ്ക് ഒക്കെ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ കുളിക്കുമ്പോൾ സോപ്പ് യൂസ് ചെയ്യാത്ത ഒരാളാണ്. അപ്പോൾ എനിക്കിത് വളരെ യൂസ്ഫുൾ ആണ്. ഇത് ഫൈൻ പൗഡറാണ്. ഇതിനൊരു സൂതിങ് സ്മെല്ലാണ്, മഞ്ഞളുടെ സ്മെല്ലാണ് മുന്നിട്ട് നിൽക്കുന്നത്. നമുക്ക് ഫേസിലൊക്കെ അപ്ലൈ ചെയ്താൽ ചെറിയൊരു ഗ്ലോയും ടാനിങ്ങും ഒക്കെ മാറാൻ നല്ലതാ. എന്റെ കൈ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നല്ല ടാൻ ഉണ്ട്. അപ്പോൾ സ്കൂട്ടറിലൊക്കെ ഒത്തിരി യാത്ര ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാനിത് എപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. ആദ്യം തന്നെ ഒരു ബ്ലെൻഡർ എടുക്കുക, അതിലേക്ക് ഈ പൗഡർ ഇടുക. എന്നിട്ട് നിങ്ങൾ എന്താണോ അതിലേക്ക് ഒഴിക്കാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച്, വളരെ ഡ്രൈ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് പാൽ ഒഴിക്കാം, അല്ലെങ്കിൽ തൈര് ഒഴിക്കാം. പിന്നെ വിറ്റമിൻ സി ഫേസിൽ കിട്ടണം, അല്ലെങ്കിൽ കുറച്ച് കളർ ബ്രൈറ്റനിങ് വേണം എന്നാണെങ്കിൽ ഓറഞ്ചിന്റെ നീര് ഒഴിക്കാം. ഇപ്പം ഞാൻ തൽക്കാലം തൈരാണ് ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു ഫോർമുലയിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. എന്നിട്ട് അത് ഫേസിൽ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയണ്ടേ ഈ പൊടിയിലേക്ക് ഞാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് യൂസ് ചെയ്തേക്കുന്നത്? വേറൊന്നുമല്ല, ഉഴുന്ന്, വെള്ളക്കടല, ഗ്രീൻ ഗ്രാം, മഞ്ഞളും പിന്നെ ബദാമുമാണ് എടുത്തേക്കുന്നത്. ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. ക്വാണ്ടിറ്റി എങ്ങനെയാണെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയ ശേഷം പൊടിച്ചെടുക്കുക ചെയ്യുന്നത്. ഒത്തിരി ചൂടാക്കരുത്. ഇപ്പോൾ ബദാമൊക്കെ ആണെങ്കിൽ ഒരുപാട് ചൂടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഓയിൽ നഷ്ടപ്പെടും. ഇപ്പോൾ ബദാം ബാക്കിയുള്ള സാധനങ്ങളുടെ ക്വാണ്ടിറ്റിനേക്കാൾ ഇത്തിരി കൂടുതൽ യൂസ് ചെയ്യേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കി കളയുന്നതാണ്. അപ്പോൾ വിറ്റമിൻ ഇ ഓയിൽ കുറച്ചുള്ളത് ബദാമിലാണ്. അപ്പോൾ കുറച്ചധികം ബദാം നമ്മൾ കമ്പാരിറ്റീവ്ലി യൂസ് ചെയ്യണം. ഇത് കുറേ നാളത്തേക്ക് നമുക്ക് ഫ്രിഡ്ജിലോ അല്ലാതെയോ ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം. ഇതുപോലെ തൈര് ഒഴിച്ച് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് നമുക്കത് വേണമെങ്കിൽ ഒരു 2 വീക്സ് 3 വീക്സ് ഒക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. ഞാൻ അങ്ങനെ സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യുന്ന ഒരാളാണ്. കാരണം ഇപ്പം നിങ്ങൾ കണ്ടില്ലേ എൻ്റെ കയ്യിൽ ബൗളിൽ എത്ര ക്വാണ്ടിറ്റി ഉണ്ടെന്ന്. ഇത് മുഴുവനൊന്നും എനിക്കിതിപ്പോൾ ഇന്ന് തന്നെ യൂസ് ചെയ്ത് തീർക്കാനൊന്നും പറ്റില്ല. ഞാനിതിപ്പോൾ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച ശേഷം പിന്നീട് ഇടയ്ക്കിടയ്ക്ക് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും അതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എൻ്റെ കയ്യിലത്തെ ടാൻ ഇടയ്ക്ക് മാറാറുണ്ട്. പിന്നെ വീണ്ടും എനിക്ക് കയ്യിൽ ഗ്ലൗ ഒന്നും ഇട്ടിട്ട് സ്കൂട്ടർ ഓടിക്കുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ടാൻ ഇങ്ങനെ എപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത്. എന്നാലും ചില സമയങ്ങളിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ഫോർമുല യൂസ് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ഒത്തിരി ഡിഫറൻസ് വരാറുണ്ട്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു അവസ്ഥയിലായിരിക്കും. സ്കിന്നൊക്കെ ഇങ്ങനെ വലിഞ്ഞ് മുറുകിയിരിക്കും, നല്ല ടൈറ്റനായിട്ട് ഇരിക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, എൻ്റെ സ്കിൻ വലിയുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അത്രയും ടൈറ്റനായിരിക്കും. അപ്പോൾ ഒത്തിരി ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ ഒരുപാട് സമയം ഫേസിൽ ഇത് ഇങ്ങനെ ഡ്രൈ ആക്കി വെക്കേണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു 10 മിനിറ്റ്സ് ഒക്കെ കഴിയുമ്പോൾ തന്നെ വാഷ് ഓഫ് ചെയ്ത് കളയുക, അല്ലെങ്കിൽ കൈ വെച്ച് തന്നെ ഇങ്ങനെ തിരുമ്മി കളയാവുന്നതേ ഉള്ളൂ. അപ്പം അങ്ങനെ ചെയ്താൽ ഫേഷ്യൽ ഹെയർസും കൂടെ പോകും. പക്ഷെ അതെനിക്ക് കുറച്ച് പെയിൻഫുൾ ആയതുകൊണ്ടാണ് ഞാൻ വാഷ് ഓഫ് ചെയ്ത് കളഞ്ഞത്. എനിക്ക് ഈ മൂക്കിൻ്റെ സൈഡിലൊക്കെ കുറച്ചിങ്ങനെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെ റിമൂവ് ആയി പോകാറുണ്ട് കേട്ടോ ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇത് സ്ക്രബായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഒക്കെ എനിക്ക് ഒത്തിരി ഡിഫറൻസ് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫേസ് മാസ്ക് ഒക്കെ വാഷ് ഓഫ് ചെയ്ത് കളഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഒരു മോയ്സ്ചറൈസർ എപ്പോഴും യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഫേസിനെ വളരെ ചെറിയ രീതിയിലെങ്കിലും ഇത് ഡ്രൈ ആക്കിയിട്ടുണ്ടാകും. അപ്പോൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രൈനെസ് കൊണ്ട് ഉണ്ടാകുന്ന പിമ്പിൾസിനെ നമുക്ക് തടയാൻ പറ്റും. അപ്പോൾ ഞാനിപ്പം യൂഷ്വലി യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ വാസ്ലിൻ ആണ്. എൻ്റെ ഫേസിൽ ഒത്തിരി ഡിഫറൻസ് ഈ വാസ്ലിൻ കാരണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഫേസിലും നെക്കിലും ഒക്കെ നന്നായിട്ട് വാസ്ലിൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ ഫേസ് മാസ്ക് ഇടുമ്പോൾ എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കണം. ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും നെക്കിലും ബാക്ക് നെക്കിലും ഒക്കെ അപ്ലൈ ചെയ്യണം. മുഖത്ത് മാത്രമായിട്ട് ഒരിക്കലും ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യരുത്. ഫേസ് മാസ്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മോയ്സ്ചറൈസർ നിർബന്ധമായിട്ട് അപ്ലൈ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് പറ്റുന്ന മോയ്സ്ചറൈസർ ഏതാണോ അത് നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക. ഞാനിപ്പോൾ വാസ്ലിൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് അതാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എനിക്കിത് വളരെ റിഫ്രഷിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിവ്യൂ പറയാം. താങ്ക് യു, ബൈ.